ഹലോ ഗെയ്സ്, ഈ കയറിപ്പോകുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതെ ഈഗിളിനെ കണ്ടു. ഇനിയിപ്പോൾ ക്ലാസ് ഉണ്ട് ഗെയ്സ്, ക്ലാസ്സിൽ ചേർണം. എക്സാം ആണ് ഗെയ്സ്. അല്ലെങ്കിൽ നമ്മൾ കാര്യമായിട്ട് എന്ത് ചെയ്താലും അതൊക്കെ കോമഡി ആക്കുക എന്നുള്ളത് ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്. അതൊക്കെ പോട്ടെ ഗെയ്സ്, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ന് നമ്മുടെ കോളേജിലൊരു അടിപൊളി പരിപാടി ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പാർട്ട് 1 ഇതാണ് ആ വീഡിയോ. ഏത് വീഡിയോ എന്നൊന്നും ചോദിച്ചേക്കല്ലേ, ഇതിന് മുമ്പിലത്തെ വീഡിയോ കണ്ടിട്ടില്ലേ വേഗം പോയി കണ്ടോ, അക്കൗണ്ടിലുണ്ട്. അപ്പോൾ ലാസ്റ്റ് അവർ ഞങ്ങൾക്ക് എക്സാം ആയിരുന്നെന്നുള്ള കാര്യം ഓൾറെഡി അവൻ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞ് ലാബിലായിരുന്നു എക്സാം, അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ക്ലാസ്സിൽ വന്നേക്കുവാണ്. പിന്നെ വേഗം ബുക്കും കാര്യങ്ങളും എല്ലാം എടുത്ത് വെച്ചു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എങ്ങോട്ടാണ് നോക്കുന്നതെന്ന് വെച്ചാൽ ഇവരെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. എന്തോ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. എന്താ കാര്യമെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ മൈൻഡിൽ പിന്നെ ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും ഒന്ന് ഈഗിളിൻ്റെ പരിപാടി കാണുക എന്നുള്ളത്. ഈ ഒരു വീഡിയോ ഇത്രയും ലെങ്തി ആക്കേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എനിക്കറിയത്തില്ല. എനിക്കിതൊന്നും കട്ട് ചെയ്ത് കളയാൻ വേണ്ടി തോന്നുന്നില്ല ഗേസ്. നിങ്ങളിൽ പലരും ഞാൻ ലൈവൊക്കെ തുടങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു കാര്യമായിരുന്നു, ചേച്ചി ഈഗിളിൻ്റെ ഫാനാണോ, ഈഗിളിൻ്റെ ലൈവൊക്കെ കാണാറുണ്ടോ എന്ന്. തൊപ്പിയുടെ ചോദിച്ച പോലെ തന്നെ. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആരുടെയും ലൈവ് കാണാറില്ല, ഞാൻ ഈഗിളിൻ്റെ അത്ര വലിയ ഫാനൊന്നുമല്ല. അന്ന് പറഞ്ഞത് തന്നെയായിരുന്നു സത്യം. പക്ഷേ ഈഗിൾ ഇവിടെ വരുവാന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് എനിക്ക് എന്തോന്നറിയില്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാനിങ്ങനെ ഓരോ പീരീഡ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഈഗിളിൻ്റെ പരിപാടി കാണാമല്ലോ, ഈഗിളിനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഈഗിളിനെ കാണാമല്ലോ എന്നതിനപ്പുറം എനിക്ക് ഈഗിളിൻ്റെ പാട്ട് കേൾക്കാമല്ലോ എന്നതായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് സോങ് എല്ലാവർക്കും അറിയാവുന്ന സോങ് ആണ്. സോ എല്ലാവരും കൂടെ പാടുകയും ചെയ്യണം കേട്ടോ. ഓക്കെ, എല്ലാവരുടെയും പുന്മകനേ, ഞാൻ എന്തിയ ചാരും ചിരവും മധുവല്ലേ പുന്നച്ച, നീ മോദിയ മധുരിൻ ചോര. ഞാൻ എൻ്റെ ആ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചപ്പോൾ തന്നെ ഫസ്റ്റ് ടേക്ക് ഫ്ലോപ്പായി ഗൈസ്. എൻ്റെ കണ്ണിൽ എന്തൊക്കെയോ പൊടി വീഴുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ വീഡിയോ എടുത്തു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞാനിപ്പോൾ 3 വർഷമായി ഈ കോളേജിൽ പഠിക്കുന്നു. പക്ഷേ ഇതുവരെ നടത്തിയതിൽ എനിക്ക് ഏറ്റവും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു ഈഗിൾ വന്ന് പെർഫോം ചെയ്ത ഈ ഒരു പ്രോഗ്രാം. കാരണം അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മുടെ അത്ര അടിപൊളിയായിരുന്നു. ഇതപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലാണ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. നമുക്കിനി അങ്ങോട്ടേക്ക് അടിച്ച് പൊളിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ SHൻ്റെ ആ ഒരു വൈബ് നമ്മുടെ ഈഗിൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, എനിക്ക് പരിപാടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഇന്നത്തെ വിശേഷം. ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ബൈ ബൈ.